എന്നാണ് ഇവിടെ പൊട്ടിച്ച രണ്ടാമത്തെ പൊയ്വടി. എന്നിട്ടോ എല്ലാ ഇമാമിങ്ങളുടെ പേരിലും പച്ചക്കളവും പറഞ്ഞു. എന്താ പറഞ്ഞ കളവ്? ആ കളവെന്ന് കേട്ടോളൂ. ഇത് ലോകത്ത് എല്ലാ ഇമാമുകളും പറഞ്ഞ ഒരാശയമാണ്. ഇത് ലോകത്ത് എല്ലാ ഇമാമുകളും പറഞ്ഞ ഒരാശയമാണ്. ഏത് കേട്ടോ നിങ്ങൾ? ഇത് എന്ന് പറഞ്ഞാ ക്ലിപ്പിടാൻ നേരില്ലാത്തോണ്ട് ഒന്നും മുറിച്ചില്ല, ഉണ്ടെങ്കിൽ മൂപ്പരപ്പുറം എന്ന് മുറിക്കാതെ പറയട്ടെ. എന്താ പറഞ്ഞു വരുന്നത്? 4-ൽ 1 മദ്ഹബിനെ തഖ്ലീദ് ചെയ്യണമെന്ന് ലോകത്തുള്ള എല്ലാ ഇമാമുകളും പറഞ്ഞ ആശയമാണ്. എന്തിന് നിങ്ങൾ ഇമാമിങ്ങളുടെ പേരിൽ കള്ളം പറയണം? എന്തിന് നിങ്ങൾ ഇമാമിങ്ങളുടെ പേരിൽ കള്ളം പറയണം? നിങ്ങൾ കള്ളം പറയുകയല്ലേ ചെയ്യുന്നത്? ചോദിക്കട്ടെ, വളരെ വിനയത്തോടുകൂടി ചോദിക്കട്ടെ, 4 ഇമാമിങ്ങളെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ? അത്ര തന്നാ മതി. നിങ്ങൾ മദ്ഹബിന്റെ ഇമാമുകളായി ലോകത്തറിയപ്പെടുന്ന അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ്, ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ്, അതുപോലെ തന്നെ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റഹിമഹുല്ലാഹ്, അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ്, ഈ 4 ആളുകളിലേക്ക് ചേർത്തുകൊണ്ടല്ലേ ഇന്ന് മദ്ഹബ് അറിയപ്പെടുന്നത്. ആ ഇമാമിങ്ങളെങ്കിലും താഴെയുള്ളവരോട് നിൽക്കട്ടെ. ആ ഇമാമുകളല്ലേ പറയേണ്ടത് ഞങ്ങളെ പിൻപറ്റണമെന്ന്. കാരണം നിങ്ങൾ പറഞ്ഞത് ഒന്നുകിൽ ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിക്കണം, ഒന്നുകിൽ ഷാഫിയാവണം, ഹനഫിയാകണം, ഹംബലിയാവണം, മാലിക്കിയാവണം. അപ്പൊ പേര് തന്നെ സൂചിപ്പിക്കുന്നത് ഈ ഇമാമിങ്ങളിലേക്കാണ് അവയെല്ലാം ചെന്നുപൊട്ടുന്നത്. എങ്കിൽ അവരെങ്കിലും പറഞ്ഞ ഒരു പരമ്പര പറയൂ, അവരെങ്കിലും ഒന്ന് പറഞ്ഞത് തെളിയിക്കൂ. മറിച്ചാണുള്ളത്. അവര് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അവരെതിരാ പറഞ്ഞത്. അവര് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അവര് പറഞ്ഞത് എതിരാ. എന്താ അബൂ ഹനീഫ ഇമാം പറഞ്ഞത്? ഇദാ ഖുൽതു ഖൗലൻ യുഖാലിഫു കിതാബല്ലാഹി വഖബറ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്റുകൂ ഖൗലി. ഞാനൊരു വാക്ക് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ കിതാബിനും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളോടും എതിരായിട്ട് ധ്വനിപ്പിക്കുന്ന വല്ലതും ഞാൻ പറഞ്ഞതിലുണ്ടെങ്കിൽ ഫത്റുകൂ ഖൗലി, ഞാൻ പറഞ്ഞത് നിങ്ങൾ സ്വീകരിച്ചേക്കണം എന്നല്ല, എന്റെ വാക്ക് നിങ്ങൾ ഉപേക്ഷിക്കണേ. അബൂ ഹനീഫ റഹിമഹുല്ലാഹ് പടച്ചവനെ പേടിയുള്ള പണ്ഡിതൻ തോളൊഴിയുന്നു. ഞാൻ മനുഷ്യനാണ്, എന്നിൽ നിങ്ങൾ കാണുന്നത് മുഴുവൻ അങ്ങ് സ്വീകരിച്ചേക്കരുത്. അള്ളാന്റെ കിതാബിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾക്കും എതിരായിട്ട് എന്നിൽ നിന്ന് വല്ലതും കണ്ടാൽ എന്റെ വാക്ക് ഉപേക്ഷിക്കണേ. ഇനിയോ രണ്ടാമത്തെ മദ്ഹബായി അറിയപ്പെടുന്ന മാലിക്കി മദ്ഹബിന്റെ ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. ഇന്നമാന ബശറുൻ നുഖ്തിഉ വ ഉസീബു ഫൻദുറു ഫീ റഅയി ഫകുല്ലുമാ കാന ഫകുല്ലുമാ വാഫഖൽ കിതാബ വസ്സുന്നത ഫഖുദൂ വകുല്ലുമാ ലം യുവാഫിഖൽ കിതാബ വസ്സുന്നത ഫത്റുകൂ. ഞാനും ഒരു മനുഷ്യൻ മാത്രമാണ് ജനങ്ങളെ, എനിക്ക് അബദ്ധവും സംഭവിക്കും സുബദ്ധവും സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന വാക്കുകളൊക്കെ, എന്റെ അഭിപ്രായങ്ങളെ നിങ്ങൾ ശരിക്കും പരിശോധിക്കണേ. അള്ളാന്റെ കിതാബുമായും റസൂലുള്ളാന്റെ സുന്നത്തുമായും യോജിച്ചവയുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കണേ. അവ രണ്ടിനോടും യോജിക്കാത്തതുണ്ടെങ്കിൽ ഫത്റുകൂ, നിങ്ങളത് ഉപേക്ഷിക്കണേ. ഇമാം മാലിക് റഹിമഹുല്ലാഹ്. ഇനി കേട്ടോളൂ, മൂന്നാമത്തെ മദ്ഹബായിട്ട് അറിയപ്പെടുന്ന കേരളത്തിൽ ഭൂരിപക്ഷമുള്ള ആ മദ്ഹബായിട്ട് അറിയപ്പെടുന്ന ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി എന്താണ് പറയുന്നത്? എന്താണ് മഹാനവറുകൾ പറഞ്ഞത്? ഒരുപാട് വാചകങ്ങൾ മഹാനവറുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. കുല്ലുമാ ഖുൽതു ഫകാന അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിലാഫ ഖൗലി മിമ്മാ യസിഹു ഫഹദീസുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഔലാ ഫലാ തുഖല്ലിദൂനി. ഞാൻ പറഞ്ഞത് മുഴുവനും അതിലേതെങ്കിലും ഒന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സഹീഹായി വന്നതിന് എതിര് കണ്ടാൽ അള്ളാന്റെ റസൂലിന്റെ ഹദീസാണ് കേൾക്കേണ്ടത് കേട്ടോ. അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അതല്ലാതെ അതിനെതിരെ വല്ലതും കണ്ട ഞാനല്ലേ പറഞ്ഞത് എന്ന നിലയ്ക്ക് ഫലാ തുഖല്ലിദൂനി, നിങ്ങൾ എന്നെ അന്ധമായി പിൻപറ്റി പോകരുത് കേട്ടോ. ഇമാം ഷാഫി റഹിമഹുല്ലയും അദ്ദേഹത്തിന്റെ ദൗത്യം നിർവഹിച്ചു. ഇനി നോക്കൂ, മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ്
അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്നെ തഖ്ലീദ് ചെയ്യണമെന്ന്. നിങ്ങൾ പറഞ്ഞതെന്താണ്? സർവ്വ ഇമാമിയങ്ങളും, ലോകത്തുള്ള എല്ലാ ഇമാമിയങ്ങളും ഇതേ ആശയം പറഞ്ഞവരാണെന്ന്. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറയുന്നു, ലാ തുഖല്ലിദന്നി വലാ തുഖല്ലിദ് മാലികൻ വലാ ശാഫിഇയ്യ വലാ ഔസാഇ വലാ സൗരി വഖുദ് മിൻ ഹൈസു വഖദൂ. നിങ്ങൾ എന്നെ അന്ധമായി തഖ്ലീദ് ചെയ്യരുതേ. ഇമാം മാലിക്കിനെ തഖ്ലീദ് ചെയ്യരുതേ, ഷാഫി ഇമാമിനെ തഖ്ലീദ് ചെയ്യരുതേ, ഔസാഇ ഇമാമിനെ തഖ്ലീദ് ചെയ്യരുതേ, സൗരി ഇമാമിനെ തഖ്ലീദ് ചെയ്യരുതേ റഹിമഹുല്ലാഹ്. അവരെ ഒന്നും നിങ്ങൾ തഖ്ലീദ് ചെയ്യരുതേ. മറിച്ച് വഖുദ് മിൻ ഹൈസു വഖദൂ, അവരൊക്കെ സ്വീകരിച്ച ഒരു സ്രോതസ്സുണ്ട് ജനങ്ങളെ. അത് കുറ്റമറ്റ, ഒരു തെറ്റുകളും സംഭവിക്കാത്ത, മനുഷ്യ തലയിൽ നിന്ന് ഉത്ഭവിച്ചതല്ലാത്ത, ലാ യഅതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലും മിൻ ഹകീമിൻ ഹമീദ്. എല്ലാം അറിയാവുന്ന അള്ളാന്റെ അടുക്കൽ നിന്ന് അവതീർണമായ ഖുർആൻ, ആ ഖുർആനിനെ അള്ളാന്റെ വഹി അനുസരിച്ചുകൊണ്ട് വ്യാഖ്യാനം നമുക്ക് പഠിപ്പിച്ചു തന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നോക്കിയിട്ടാ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞത്. അത് സ്വീകരിക്കണേ. ഇങ്ങനെ എത്രയെത്ര ഉദ്ധരണികൾ ഇമാമിയങ്ങളിൽ നിന്നുണ്ട്. എന്നിട്ട് ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാര് യാതൊരു നിലക്കുള്ള മനസ്സാക്ഷി കുത്തുമില്ലാതെ പറഞ്ഞതെന്താണ്? ലോകത്തെ എല്ലാ ഇമാമുകളും പറഞ്ഞ ഒരാശയമാണിത് എന്ന്.